Hi dear friends, welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് വളരെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജൂട്ട് ത്രെഡ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു സാധാരണ ടൈപ്പ് ജൂട്ട് ത്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് ത്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഒരു ത്രെഡൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ലൈറ്റർ വെച്ചിട്ടൊന്ന് ബേൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ റംബൂട്ടാൻ്റെ ഫ്രൂട്ട് ഉണ്ടല്ലോ, ആ ഒരു ഫ്രൂട്ടിൻ്റെ പുറത്തുള്ള തൊലിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തൊലി കാണാൻ നല്ല ഭംഗിയാണ്, ഒരു റഫായിട്ടുള്ളൊരു ടൈപ്പാണ്. റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല കോമൺ ആയിട്ട് തന്നെ എല്ലാ ഭാഗത്തുണ്ട്. മുമ്പൊന്നും അത്രയും ഒരു കോമൺ ആയിട്ടുള്ള ഫ്രൂട്ട് അല്ലായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടൊരു നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ടൈപ്പ് ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഡ്രൈ ആക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ എടുക്കാൻ ചെയ്യാതിരുന്നത്, കാരണം അത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അത് പറ്റുമോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. മുമ്പ് ഒരിക്കൽ ഞാൻ ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു, ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴക്കാലമായിരുന്നു, ആ ഒരു സമയത്തായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തൊലി ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രൂട്ടൊക്കെ കഴിച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ നല്ല ഒരു നമ്മൾ ഈ ചിരട്ടയുടെ ഒക്കെ അകത്ത് പോലെ ആ ഒരു രീതിയിലാണ് കാണുക. പിന്നെ പുറത്താണെങ്കിൽ ഇങ്ങനെ അത്ര ഭംഗി ഉണ്ടാവില്ല, ആ ഒരു റെഡ് കളറൊക്കെ പോയിട്ട് ആകെ ഒരു ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ ഇരിക്കും. അത്ര പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതുവരെ ഇത് വെച്ചിട്ടൊന്നും ക്രാഫ്റ്റും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ മുമ്പ് ഞാൻ ആ കണ്ട സമയത്തൊന്നും ഇങ്ങനെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഡ്രൈ ആക്കിയ സമയത്താണ് ഇത് ഫുള്ള് പൂപ്പൽ വന്നിട്ട് ചീത്തായി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിംസൺ റെഡാണ് യൂസ് ചെയ്യുന്നത്, ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ആ ഒരു മേലെ ഭാഗത്തൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ കുറച്ചൊരു റഫായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്ര സ്മൂത്തായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു മുള്ള് പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഡ്രൈ ആകുന്ന സമയത്ത് കുറച്ചൊരു ഹാർഡായിട്ടാണ് അതിൻ്റെ ഒരു പുറത്തെ തൊലി ഇരിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് ഞാൻ പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു റംബൂട്ടാൻ്റെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് രണ്ടായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലീഫിൻ്റെ ഒരു ഷേപ്പിലൊരു ഓവൽ ഷേപ്പായിട്ടാണ്, നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മളത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയിട്ടാണ് കാണാൻ, ആ ഒരു റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോബെറി പോലെ, പിന്നെ അതുപോലെ ആ ഒരു റംബൂട്ടാൻ്റെ ഒക്കെ ഒരു ഭംഗി തന്നെ തോന്നുന്നുണ്ട്. ആ ഡ്രൈ ആയ സമയത്തുള്ള ഒരു ഡാർക്ക് കളറൊന്നുമില്ല കേട്ടോ, നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള 2-3-4 ടൈപ്പ് ഗ്രീൻ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അതിലേക്ക് മാച്ചിങ് ആയിട്ട് തോന്നുന്നത് ഒരു ഫ്ലോറസൻറ്റ് ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിതൊരു റംബൂട്ടാൻ്റെ ഒരു രീതിയിലേക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ആ ഒരു റെഡിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ടില്ലേ, ഒരു ഗ്രീൻ കളറായിട്ട് ഇങ്ങനെ മേലെ, അപ്പോൾ ആ ഒരു രീതിയിലൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നല്ല തിന്നായിട്ടുള്ള ഒരു ബ്രഷ് മാത്രമേ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ഒരുപാട് എടുക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മുള്ള് പോലില്ലേ, അപ്പോൾ അതിൻ്റെ മേലെ, അപ്പോൾ അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻറ്റ് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് ആ ഒരു റെഡിലേക്ക് വരും. അപ്പോൾ അത്രക്കൊരു ഭംഗിയായിട്ട് കിട്ടില്ല. എന്നാൽ തീരെ പെയിൻറ്റ് ഇല്ലാതെയും പറ്റില്ല കേട്ടോ. നമ്മൾ ആ ഒരു മുള്ള് പോലെടുത്ത് ഫുള്ളായിട്ട് ഗ്രീൻ കളർ ആവും വേണം. നമ്മൾ ആ ഒരു റെഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഗ്രീൻ ആവും ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു തൊലി ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കണം. പിന്നെ ആദ്യത്തെ ഒരു ഷെല്ല് പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ മേലെ ഒന്നും അത്ര ഭംഗിയിൽ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് പെയിൻറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നല്ലൊരു ഒറിജിനൽ ആ ഒരു റംബൂട്ടാനെ പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ അത് മനസ്സിലാവായിട്ടാണ്, കാരണം തീരെ വെളിച്ചമില്ലാത്തൊരു സമയത്തായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തം ഒരു ബ്ലാക്കിഷ് ആയിട്ടായിരുന്നു കേട്ടോ, ഒരു ഇരുണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഞാനിത് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി വീഡിയോ ചെയ്ത് വെച്ചിട്ട്, പക്ഷേ എനിക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ മടിയായിരുന്നു, തീരെ വെളിച്ചമില്ല കേട്ടോ. പിന്നെ എനിക്ക് റംബൂട്ടാൻ്റെ അത്രയും തൊലി കിട്ടിയതുമില്ല, അത് നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഭംഗി തോന്നാത്തത്. അപ്പോൾ നല്ല നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്, നല്ലൊരു റെഡിലേക്ക് ആ ഒരു ഫ്ലോറസൻറ്റ് ഗ്രീനൊക്കെ ആയിട്ട് കറക്റ്റ് ആ റംബൂട്ടാൻ്റെ ഇമേജ് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പെയിൻറ്റൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ റംബൂട്ടാൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടൈപ്പ് ലീവ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്കാർട്ടൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്കാർട്ടൻസ് നമ്മൾ ലീഫായിട്ട് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ആദ്യം ഞാൻ ആ ഒരു ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടായിരുന്നു പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്രയ്ക്കൊരു അട്രാക്ഷൻ പോലെ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ആ ഒരു കുറച്ചും കൂടി ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഉണ്ട്, അപ്പോൾ ആ ഒരു ഗ്രീൻ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു റംബൂട്ടാനും പിന്നെ അതിൻ്റെ ഒരു ലീവ്സൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബോട്ടിലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടും ജൂട്ടഡൊക്കെ ഒട്ടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ. ഒന്നാമത്തത് അത് വീഡിയോ തീരെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ആ ഒരു റംബൂട്ടാൻ്റെ ഷെല്ലുകൾ ഉണ്ടായിരുന്നല്ലോ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടൊന്നിങ്ങനെ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ റംബൂട്ടാൻ പൊതുവെ ഇങ്ങനെ ബണ്ടിലായിട്ട് നിൽക്കുന്നതാണല്ലോ, അപ്പോൾ അതിന് അങ്ങനെ തന്നെയാണ് കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ അടുത്തായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ലീവ്സും അതിൻ്റെ ഇടയ്ക്കായിട്ട് അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ആക്കാതെ ആ ഒരു ലീവ്സ് വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് റംബൂട്ടാൻ്റെ ഒരു പകുതി ഭാഗം കൂടെ വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, അത് ഒട്ടിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു റെഡും ഗ്രീനും ആയിട്ട് പിന്നെ ആ ഒരു ജൂട്ടഡിലേക്ക് ആ ഒരു കളർ നല്ല രീതിയിൽ തന്നെ മാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കളറൊക്കെ വെച്ചിട്ട് നേരത്തെ ഒരു മാങ്ങാണ്ടി വെച്ചിട്ട് പിന്നെ അത് പിസ്തയുടെ ഷെല്ലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ തോന്നുന്ന ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പെയിൻറ്റൊക്കെ ചെയ്യാത്തൊരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ബണ്ടിലായിട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ 2-3 ബാക്കിയുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ലീഫും കൂടെ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രക്കൊരു ഭംഗിയില്ല കേട്ടോ. ഇങ്ങനെ ഒരുമിച്ച് വെക്കുന്നതിനാണ് കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളത്. അപ്പോൾ എല്ലാവരും വേസ്റ്റ് ആക്കി കളയുന്ന ഒരു റംബൂട്ടാൻ്റെ തൊലി വെച്ചിട്ട് നമ്മൾ പുതിയൊരു ഐഡിയ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതുവരെ എവിടെയും ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കില്ല, പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. പാംക്രാഫ്റ്റ് തന്നെ കേട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതുപോലെ 6th പഠിക്കുന്ന ശ്രീനവമിക്ക് ഒരു ബിഗ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്.